ഹായ് ഓൾ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഐഫൽ ടവേഴ്സ് 1/5 part is painted bronze. 1/4 of the remaining part is painted maroon. Rest of the Eiffel Tower has golden color. If the height of the golden colored part is 450 meter, then what is the tower's height? അപ്പോൾ ഈ പ്രോബ്ലം പ്രകാരം ടവറിൻ്റെ ഹൈറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ 1/5 പാർട്ട് പെയിൻറ്റഡ് ബ്രോൺസ് ആണ്. 1/4 ഓഫ് റിമൈനിങ് പാർട്ട് 1/5 കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി വരുന്ന 1/4 എന്ന് പറയുന്നത് പെയിൻറ്റഡ് മെറൂൺ ആണ്. റെസ്റ്റ് ഗോൾഡൻ കളേർഡ് പാർട്ടാണ്. ആൻഡ് ഗോൾഡൻ കളേർഡ് പാർട്ട് എന്ന് പറയുന്നത് 450 മീറ്റേഴ്സ് ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടവറിൻ്റെ ടോട്ടൽ ഹൈറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ നമുക്ക് പല വേയിൽ അപ്രോച്ച് ചെയ്യാം. ഒന്നെങ്കിൽ ഡയറക്റ്റ്ലി ഓപ്ഷൻസിൽ നിന്ന് ക്രോസ് ചെക്ക് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ പിന്നെയുള്ള വേ എന്ന് പറയുന്നത് ടോട്ടൽ ഹൈറ്റിനെ നമുക്ക് എന്താണ് അസ്യൂം ചെയ്യാം. ലെറ്റ്സ് അസ്യൂം ഹൈറ്റ് ഈക്വൽ ടു 100. പെർസെൻറ്റേജ് ഒക്കെ കറക്റ്റ് ആക്കാൻ വേണ്ടി നമുക്ക് ടോട്ടൽ ഹൈറ്റിനെ 100 ആയിട്ട് അങ്ങ് അസ്യൂം ചെയ്യാം. 100 ആയിട്ട് ഹൈറ്റിനെ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പറഞ്ഞിരിക്കുന്നത് ടവേഴ്സ് 1/5 പാർട്ട് ഈസ് പെയിൻറ്റഡ് ബ്രോൺസ്. അപ്പോൾ ബ്രോൺസ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത് എത്ര പാർട്ടാണ്? 100ൻ്റെ 1/5, റൈറ്റ്? 100ൻ്റെ 1/5 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 20. ബാലൻസ് എത്രയുണ്ട്? ബാലൻസ് 80 ഉണ്ട്. ആൻഡ് ബാലൻസിൻ്റെ 1/4 ഓഫ് ദി റിമൈനിങ് പാർട്ട് വാസ് പെയിൻറ്റഡ് മെറൂൺ. അപ്പോൾ ബാലൻസിൻ്റെ 1/4 മെറൂൺ പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. 1/4 ദാറ്റ് ഈസ് അഗെയിൻ 20. 80യുടെ 1/4 എന്ന് പറഞ്ഞാൽ 20 തന്നെ കിട്ടും. സോ ബാലൻസ് എത്രയുണ്ട്? ബാലൻസ് നമുക്ക് 60 എന്ന് കിട്ടും, റൈറ്റ്? ബാലൻസ് വരുന്നത് 60 ആണ്. ഓക്കെ, അത് ആ 60 ആണ് ഗോൾഡൻ കളർ ചെയ്തിരിക്കുന്ന പാർട്ട്. ഓക്കെ, അതെത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? 60 എന്ന് പറയുന്നത് 450 ആണ്. ഓക്കെ, 60 എന്ന് പറയുന്നത് 60 മീറ്റേഴ്സ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 450 ആണെങ്കിൽ 100 മീറ്റേഴ്സ് എത്രയാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ടവറിൻ്റെ ഹൈറ്റ് അറിയാമല്ലോ, റൈറ്റ്? ബിക്കോസ് ടവറിൻ്റെ ഹൈറ്റ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് 100 മീറ്റർ ആയിട്ടാണ്. അത്രയും അസ്യൂം ചെയ്തപ്പോൾ 60 ആണ് ഗോൾഡൻ കളേർഡ് പാർട്ടിൻ്റെ ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു. ആ 60 എന്ന് പറയുന്നത് 450 മീറ്റർ ആണെങ്കിൽ 100 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? 450 ഇൻറ്റു 60. 450 ആണെങ്കിൽ 100 എന്ന് പറയുന്നത് 450 ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു 100. ഓക്കെ, 450യെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 പാർട്ട് എത്രയാണെന്ന് കിട്ടും. 100 എത്രയാണെന്ന് അറിയാൻ വേണ്ടി ഇൻറ്റു 100 കൊണ്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് 750 മീറ്റേഴ്സ്. ദാറ്റ് ഈസ് ദി റൈറ്റ് ആൻസർ.